മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ വീടുകളൊക്കെ നഷ്ടപ്പെട്ടവർക്ക് അവരെ പുനരധിവസിപ്പിക്കാനായി ജനങ്ങൾ നൽകിയ പണം കൊണ്ട് സർക്കാർ ടൗൺഷിപ്പോട് കൂടി വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ മാതൃകാ വീട് പൂർത്തിയായി അതിൻ്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടൊപ്പം തന്നെ അതിൻ്റെ പ്ലാന്, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ നിർമ്മാണ ചെലവ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെയും വിവാദമായി കഴിഞ്ഞു. സഖാക്കൾക്കല്ലാത്ത എല്ലാവർക്കും ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള വീട് 30 ലക്ഷം രൂപ ചെലവ് വരുന്ന വീടല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ്. മാത്രവുമല്ല, ഈ വീട് പോയി കണ്ട സഖാക്കളൊക്കെ എനിക്കിഷ്ടമായി, നല്ല വീടാണ്, മനോഹരമായ വീടാണ് എന്നൊക്കെ തള്ളുന്നതും കേട്ടു. ഈ വീടിന് അർഹതപ്പെട്ടവർ ഭാവിയിൽ ആവശ്യമായി വരുന്ന സമയത്ത് വീട് മുകളിലേക്ക് നിർമ്മിക്കണം എന്നാഗ്രഹിച്ചാൽ അതിന് പറ്റാവുന്ന തരത്തിലാണ് ഇതിൻ്റെ സംവിധാനം ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ആ നിലക്കുള്ള അടിഭാഗ ശക്തിയോടുകൂടിയാണ് ഇതിൻ്റെ നിർമ്മാണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരാൾക്ക് ആവശ്യം തോന്നി അതിൻ്റെ മുകളിൽ 1-2 റൂമും മറ്റ് സൗകര്യങ്ങളോട് കൂടിയിട്ട് അതൊന്ന് വികസിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചാൽ, സാധാരണ ഏതൊരു ചെറിയ വീട് വെക്കുകയാണെങ്കിലും ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വീട് നിർമ്മിക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റെയർകേസും ഇനി മുകളിൽ എടുക്കുന്നില്ലെങ്കിലും അതിൻ്റെ സ്റ്റെയർകേസ് ഉൾഭാഗത്ത് വീടിൻ്റെ അകത്ത് തന്നെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. എന്നാൽ ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് ഇതിൻ്റെ അകത്ത് സ്റ്റെയർകേസ് ഇല്ല. അപ്പം അതിൻ്റെ സ്റ്റെയർകേസ് അകത്ത് കൊടുക്കുന്നതിന് പകരം ഇതിന് സ്റ്റെയർകേസ് കൊടുത്തിട്ടുള്ളത് പുറത്താണ്. അപ്പോൾ ഈ വീട് നല്ല മനോഹരമായ വീടാണ്, എല്ലാ സൗകര്യങ്ങളുമുള്ള വീടാണ്, മുകളിലേക്ക് എടുക്കാൻ പാകത്തിനാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പം അന്തംകമ്മികളെ, ഈ സ്റ്റെയർകേസ് എന്തുകൊണ്ടാണ് അകത്ത് കൊടുക്കാതിരുന്നത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ?